ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചിരുന്ന ആക്രമണം വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട് മരണപ്പെട്ട ഒരു ഡോക്ടറുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വളരെ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ ഒരു പോസ്റ്റോ സ്റ്റോറിയോ പോലും ഇടാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും പ്രതികരിക്കണം. കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടേഴ്സ് അല്ലേ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ വളരെ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ജീവൻ നാളെ അപകടത്തിലാവും. കാരണം നമുക്കെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, നമുക്കെന്തെങ്കിലും വയ്യായ്ക വന്നാൽ നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകളാണ് ഡോക്ടേഴ്സ്. അത് അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായ രീതിയിൽ നടത്തുന്നുമുണ്ട്. പക്ഷേ ഇന്ന് അവർക്ക് നേരെ വർദ്ധിച്ചിരുന്ന ഈ ഒരു ആക്രമണങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത വളരെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വെച്ച് നടന്നിട്ടുള്ളത്. ആ ഒരു സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത്. പക്ഷേ ഒരാളെ മാത്രമേ പിടിക്കപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു പ്രതികൾക്ക് വേണ്ട രീതിയിൽ ശിക്ഷകൾ നൽകാനോ നടപ്പിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ ആൾ മുഖാന്തരം ബാക്കിയുള്ള ആളുകളിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ട തക്കതായ ശിക്ഷകൾ നൽകാനോ ഇന്ന് സാധിച്ചിട്ടില്ല. അതിനിടയിൽ പോലും ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു പറ്റം ആളുകൾ വളരെ മോശമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ആ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പക്ഷേ ആ ഒരു പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന സമരങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയോ നടത്തുന്നതാണോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത്. ഇതൊരിക്കലും ആ ഒരു സമരക്കാർ അല്ലെങ്കിൽ ആ ഒരു ആക്രമണത്തിന് പ്രതിഷേധിക്കുന്ന ആളുകൾ നടത്തുന്ന ഒരു പ്രതിഷേധമായി തോന്നുന്നില്ല. ഇതിനിടയിൽ പോലും ആ പ്രതികളെ സംരക്ഷിക്കാനെന്ന രീതിയിൽ പല ആളുകളും നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ ഒരു ആക്രമണങ്ങൾ എന്നുള്ളവരെ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത്തരത്തിൽ വളരെ മോശമായ രീതിയിലാണ് ആ ഒരു ഹോസ്പിറ്റലിൽ പോലും അടിച്ചു തകർത്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ചെയ്യുന്ന പ്രതിഷേധം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നാളെ വേറെ ആൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഈ മരണപ്പെട്ട ആൾക്ക് നീതി ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ പല രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ നശിപ്പിച്ചിട്ടാവരുത് നമ്മളിങ്ങനെയുള്ള സമരം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അടിച്ച് നശിപ്പിക്കപ്പെടുന്ന സമയത്ത് നാളെ സാധാരണക്കാർക്ക് കിട്ടേണ്ട പല ചികിത്സകളും നിഷേധിക്കപ്പെടും. നമ്മളെ പല സഹോദരിമാരും 18 മണിക്കൂറോ അല്ലെങ്കിൽ 24 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറോ ഇത്തരത്തിലുള്ള ലോങ് ടൈമിലുള്ള ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്തോ അവരുടെ ജീവന് ഒരു സംരക്ഷണം നൽകാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ ഒരു സിസ്റ്റം മാറണം. ആ സിസ്റ്റം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്ത ആളുകൾക്ക് തക്കതായ ശിക്ഷ നൽകിയാൽ മാത്രമേ നാളെ തെറ്റ് ചെയ്യാൻ ചിന്തിക്കുന്ന ഒരാളെങ്കിൽ അതിന് പിന്മാറണമെങ്കിൽ ഇന്ന് ആ തെറ്റ് ചെയ്ത ആൾക്ക് തക്കതായ ഒരു ശിക്ഷ നൽകാൻ നമ്മുടെ സമൂഹത്തിനുള്ള നമ്മളുടെ നീതിപീഠത്തിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളുകളിൽ വീണ്ടും ഈ ഒരു ആക്രമണങ്ങൾ വീണ്ടും വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥകളാണ് മാറേണ്ടത്. ഒരിക്കലും ആ ഒരു ഹോസ്പിറ്റൽ തകർത്തുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. ആ ഹോസ്പിറ്റൽ തകർക്കുന്നത് മൂലം നാളെ നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട സാധാരണക്കാർക്ക് ആളുകൾക്ക് കിട്ടേണ്ട ചികിത്സകളാണ് നഷ്ടപ്പെടുന്നത്. അത് നമ്മൾ അനുവദിച്ചുകൂടാ. അതിനുവേണ്ടി നമ്മൾ എന്താക്കും? പ്രതികരിക്കണം. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെപ്പോലെ ആളുകൾ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും ഈ ഒരു തെറ്റുകൾ പല ആളുകളും ആവർത്തിക്കപ്പെടാം. ഇത് മുഖാന്തരം നമ്മുടെ നാടിന് കിട്ടേണ്ട നല്ല രീതിയിൽ വളർന്നു വരുന്ന നല്ലതായ ഡോക്ടർമാരെ നമുക്ക് ഒരുപാട് ആളുകൾ നഷ്ടപ്പെടാം. ഇതൊരിക്കലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. പെൺകുട്ടികൾക്ക് നേരെ വളർന്നു വരുന്ന ഈ ഒരു അക്രമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറുതാവട്ടെ വലുതാവട്ടെ പല രീതിയിലുള്ള പെൺകുട്ടികൾക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ട തക്കതായ ശിക്ഷകൾ അവർക്ക് കിട്ടുന്നില്ല. പല ആളുകളും കിട്ടുന്നില്ല. പല ആളുകളും കുറച്ചു കാലം ജയിലിൽ കിടക്കും. പിന്നീട് അവർ അവരുടെ സ്വാധീനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ അവരുടെ പണം ഉപയോഗിച്ചോ അവരുടെ ആൾബലം ഉപയോഗിച്ചോ അവർ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ പല രീതിയിൽ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഒരു തക്കതായ ശിക്ഷ, അവർക്ക് എന്താണോ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ, അവർക്ക് കിട്ടേണ്ടത് വധശിക്ഷ തന്നെ നേടിക്കൊടുക്കുകയാണെങ്കിൽ നാളെ ഒരാളെങ്കിലും ഈ ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കാണാം. നമ്മളെ കഴിയുന്ന രീതിയിലൊരു പ്രതികരണം ഇതിനെതിരെ നമ്മൾ ചെയ്യാം. കാരണം ഈ ഒരു വ്യവസ്ഥയാണ് മാറേണ്ടത്. ഈ ആളുകൾക്ക് നാളെ ഇങ്ങനെ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കണം. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നവരെ നമ്മൾ എന്താക്കണം? പ്രതികരിച്ചുകൊണ്ടിരിക്കണം. കാരണം ഈ ഒരു സമയത്ത് ഒരുപാട് ക്യാമ്പയിനുകളോ കാര്യങ്ങളോ പോസ്റ്ററുകളോ സ്റ്റോറികളോ കാര്യങ്ങളോ ഒക്കെ ഇടും. അതൊരു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ സമയത്തോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ സമയത്ത് നമ്മൾ പല ആളുകളും മറക്കും. ഈ നഷ്ടപ്പെട്ട വേദനയും ജീവിതവും ആ ഒരു കുടുംബത്തിനും ആ ഒരു കുട്ടിക്ക് മാത്രം മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വ്യവസ്ഥയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഈ ഒരു കുട്ടിയുടെ ജീവന് അല്ലെങ്കിൽ മരണപ്പെട്ട ഈ ഒരു കുട്ടിക്ക് നീതി കിട്ടുന്നവരെ നമ്മളെല്ലാവരും ശക്തമായി പ്രതികരിക്കണം. നമ്മളെല്ലാവരും ശക്തമായി പോരാടുക തന്നെ വേണം.